ഹുസൈൻ നമുക്കൊപ്പം ചേരുന്നു. ഡോക്ടർ, ഇത് ഈ കഴിഞ്ഞ സമയങ്ങളിൽ വലിയ തരത്തിലുള്ള ക്യാമ്പയിനുകൾ നടത്തി, അപ്പോൾ ഇതൊക്കെ കുറയാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്നുള്ള ആരോഗ്യവകുപ്പിന്റെ ഒക്കെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് നിന്ന് ഈ തരത്തിൽ വീട്ടിൽ പ്രസവം കൂടുക, അതിന്റെ റിസ്ക് കൂടുക, എത്ര വാർത്തകളാണ് പുറത്തേക്ക് വരുന്നതെന്ന് അറിയില്ല. പുറത്തേക്ക് വരാതെ പോകുന്ന എത്രയോ വാർത്തകൾ ഉണ്ടാവും. അമ്മ മരിച്ചതുകൊണ്ടാണല്ലോ വിവരങ്ങൾ വരുന്നത്. കുഞ്ഞുങ്ങൾ മരിക്കുന്ന സാഹചര്യങ്ങളുണ്ടെങ്കിൽ അത് ശരിക്കും പുറത്തു വരുന്നുണ്ട് എന്നൊരു ചോദ്യമൊക്കെ ഉണ്ട്. ആ തരത്തിൽ ഒരു വലിയ കൺസേൺ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ഈ കണക്കുകൾ പുറത്തേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നാണോ, അതോ മലപ്പുറത്തിന് അപ്പുറത്തേക്കുണ്ടോ ഈ വിഷയം? ഇത് മലപ്പുറത്തിനും അപ്പുറത്തേക്കുണ്ട് എന്ന് മാത്രമല്ല, മലപ്പുറത്ത് ഇത് വ്യാപകമാകുന്നതിന്റെ കൃത്യമായ കാരണങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. ഇപ്പോഴും ചർച്ച പോലും ചെയ്യപ്പെടുന്നില്ല. ഇവിടെ സംസാരിക്കുമ്പോൾ പോലും ഇത് മതത്തിന് ഇതിനകത്ത് ബന്ധമൊന്നുമില്ല എന്ന് വരെ പറഞ്ഞു വെക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇതൊരു മതത്തിന് ബന്ധമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ ഇതെന്തുകൊണ്ട് മലപ്പുറത്ത് കാണുന്നു, ഇത് എന്തുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഇത് കൂടുതൽ കാണുന്നു എന്നതിന് ഉത്തരം പറയണം. അത് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. ഇത് മലപ്പുറത്ത് മാത്രമാണ് കൂടുതൽ കാണുന്നത് എന്നത് ഇവിടെ വസ്തുതയാണ്. ഇത് മുസ്ലിങ്ങളുടെ ഇടയിൽ വ്യാപകമാകുന്നുണ്ട് എന്ന് വസ്തുതയാണ്. ഇതിനുവേണ്ടി സംസാരിക്കുന്ന ആളുകൾ, മത നേതൃത്വവും ഇവിടെ ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പോൾ അതല്ല കാരണം എന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് പറയേണ്ട ബാധ്യത അപ്പോൾ അവിടെ വന്നു ചേരുന്നു. ഇനി എനിക്കിതിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് 3 ഘടകങ്ങളാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് അശാസ്ത്രീയത, കപടശാസ്ത്രം, കീമോഫോബിയ, അതായത് കെമിക്കലുകളോടുള്ള ഭയം, മരുന്നുകളോടുള്ള ഭയം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില അശാസ്ത്രീയമായ സംഗതികൾ ഇത് സമൂഹത്തിലുണ്ട്. അത് മതഭേദമന്യേ ഉണ്ട്. ആ ഒരു ഘടകം ഇതിനകത്തൊരു ഭാഗമാണ് എന്നത് ഈ പറയുന്ന പ്രചരണം നടത്തുന്ന ആളുകളുടെ സംസാരങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നത്. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് ഈ ഗർഭകാലവുമായി കണക്ട് ചെയ്തുകൊണ്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ആ ഒരു സെന്റിമെന്റ്സ് എന്ന് പറയുന്ന വിഷയങ്ങൾ, അത് സ്വാഭാവികമായിട്ട് എല്ലാ മതവിഭാഗങ്ങൾക്കിടയിലും മനുഷ്യർ ആയിട്ടുള്ള എല്ലാവർക്കും ഉള്ള ഒരു കാര്യമാണ്. അതും ഇതിനകത്തേക്ക് എടുത്ത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ ഘടകം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ആരും ചർച്ച ചെയ്യപ്പെടാത്ത, അല്ലെങ്കിൽ ഇത് ഇന്നിപ്പോൾ എല്ലാവരും കുഴിച്ചു മൂടാൻ ശ്രമിക്കുന്ന കാരണം എന്ന് പറയുന്നത് മൂന്നാമത്തെ അതിപ്രധാന ഘടകം, അത് മതത്തിന്റെ ഘടകമാണ്. അത് ഇസ്ലാമിലെ ഒരു പ്രധാനപ്പെട്ട നിയമമാണ്. ഇസ്ലാമിലെ ഹിജാബ് നിയമം തന്നെയാണ് ഇതിന്റെ പ്രശ്നം. ഹിജാബ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് തലയിലിടുന്ന ഒരു കഷ്ണം തുണിയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ, ഇസ്ലാമിലെ ഹിജാബ് എന്ന് പറഞ്ഞാൽ വെറും കഷ്ണം തുണി മാത്രമല്ല, അതിന് വലിയ തോതിലുള്ള തലങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തലമാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കണ്ട വാർത്ത. അതായത് സ്ത്രീകൾ കൂടുതൽ പെരുമാറുന്ന സ്ഥലങ്ങളിൽ ജനലുകൾ പോലും പാടില്ല എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് ഈ ഹിജാബ് നിയമത്തിന്റെ ഒരു എക്സ്റ്റൻഷനാണ്, അല്ലെങ്കിൽ അതിന്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ ഈ ഹിജാബ് നിയമത്തിൽ മറ്റൊരു കാര്യമാണ് സ്ത്രീ പുരുഷ സെഗ്രിഗേഷൻ എന്ന് പറയുന്ന ഒരു സാധനം. അതായത് സ്ത്രീയും പുരുഷനും ഇടകലരാൻ പാടില്ല എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് പുതുമയുള്ള കാര്യമല്ലല്ലോ. ഇവിടെ ഏറ്റവും ഒടുവിൽ ഈ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് പോലും അങ്ങനെ ഒരു വേർതിരിവ് വേണമെന്ന് പറഞ്ഞിട്ട് AP ഉസ്താദൊക്കെ ഇവിടെ വന്ന് സംസാരിച്ചതും വിവാദമായതും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്, നിങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ആ വിഷയം നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ ഇപ്പോൾ കല്യാണ പന്തലിൽ ഭക്ഷണം കൊടുക്കുന്ന വേളയിൽ സ്ത്രീക്കും പുരുഷനും വേറെയാണ് വിളമ്പുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമാ നടി ഇവിടെ പറഞ്ഞപ്പോൾ, നിഖില പറഞ്ഞപ്പോൾ അത് വലിയ വിഷയമായി. അപ്പോൾ ഇവിടെ തഹലിയെ പോലെയൊക്കെയുള്ള ആളുകൾ വന്നിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യുന്നത് വരെ കണ്ടു. അതിലെന്താ കുഴപ്പം, ഞങ്ങൾക്ക് ബിരിയാണി തന്നെയാണല്ലോ വിളമ്പുന്നത്. അപ്പോൾ അവിടെയും അവർ ഡിഫെൻഡ് ചെയ്യുന്നത് ഈ സെഗ്രിഗേഷൻ എന്ന് പറയുന്ന ഹിജാബിന്റെ ഈ നിയമം തന്നെയാണ്. അപ്പോൾ ഈ ഹിജാബിന്റെ നിയമത്തിന്റെ മറ്റൊരു എക്സ്റ്റൻഷനാണ് ഈ പറയുന്ന ഈ പ്രസവ വേളയിൽ സ്ത്രീ പുരുഷൻ, അല്ലെങ്കിൽ ഈ ഗർഭകാലഘട്ടത്തിൽ സ്കാൻ ചെയ്യുന്ന സമയത്ത് പരിശോധിക്കാൻ കൊണ്ടുവന്ന ഡോക്ടർമാരുടെ ഇടയിൽ ഇതിലെല്ലാം പുരുഷന്മാരുണ്ടാകുമ്പോൾ സ്ത്രീകൾ കാണാൻ പാടില്ല എന്നുള്ളൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. ഇത് ഇസ്ലാമിക സമൂഹത്തിൽ ചർച്ചയാകുന്ന കാര്യമാണ്. ഇത് ഏറ്റവും ഇവിടെ വ്യാപകമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയവുമാണ്. പക്ഷേ ഇവിടെ നമ്മൾ കാണുന്നത് ഇങ്ങനെ ഒരു സംഭവമേ ഇസ്ലാമിലേ ഇല്ല എന്ന് പറയുന്നത് കാണുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ ഒരു ഘട്ടം വന്നപ്പോൾ അത്യാവശ്യം ഇസ്ലാമിലെ നിയമങ്ങളൊക്കെ ഇതേപോലെ ചവറ്റുകുട്ടയിൽ എറിയേണ്ടതാണ് എന്ന ഒരു ബോധ്യം, അത് പച്ചയ്ക്ക് പറഞ്ഞില്ലെങ്കിലും അത് ചെയ്യുന്നുണ്ടല്ലോ, ചവറ്റുകുട്ടയിൽ എറിയുന്നുണ്ടല്ലോ, അത് നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. നമ്മളൊക്കെ എടുക്കുന്ന പണി ഫലം കാണുന്നു എന്നുള്ളതിന്റെ ഒരു ലക്ഷ്യം. അല്ല ഡോക്ടർ, ഒരു കാര്യം ചോദിച്ചോട്ടെ. നേരത്തെ പറഞ്ഞല്ലോ ഇത് മതം തന്നെയാണ് എന്ന് പറയുന്നു. പക്ഷേ പല മത സംഘടനകൾ അല്ലെങ്കിൽ മുസ്ലിം മത പണ്ഡിതരൊക്കെ പറയുന്നത് ഇതിന് മതവുമായിട്ട് ബന്ധമില്ല എന്നുള്ളതാണ്. ഇത് മതമായിട്ട് ബന്ധമില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. ഒരു വശത്തു കൂടെ ഈ ഔറത്ത് മറയ്ക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു വിശ്വാസമൊക്കെയാണ് ഇതിന്റെ പിറകിൽ. അങ്ങനെ തന്നെയാണോ? അപ്പൊ പിന്നെ എന്തുകൊണ്ടായിരിക്കും ഇവർ സമ്മതിക്കാത്തത്? അതിൽ നിന്ന് മറ്റ് വിഷയങ്ങളൊക്കെ ഉണ്ട്, സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എന്നൊക്കെ പ്രതികരിക്കുന്നൊക്കെ കേട്ടു പലരും. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിലെ കോർ ഇഷ്യൂ മതമാണ്. ആ മതത്തിലേക്കുള്ള ചൂണ്ടുപലകൾ അല്ലെങ്കിൽ വിരലുകൾ അത് ഒടിക്കുക എന്നുള്ളത് അവരുടെ ലക്ഷ്യമാണ്. കാരണം ഇത് ചർച്ചയായാൽ കൂടുതൽ വിഷമം ഉണ്ടാവുക ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന് തന്നെയാണ്. ഞാൻ അതാ പറയാൻ വന്നത്. ഇവിടെ സിംസാറുൽ ഹക്ക് ഹുദവി, ഞാൻ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ഒരെണ്ണം മാത്രം ഞാൻ എടുത്ത് പറയാണ്. സിംസാറുൽ ഹക്ക് ഹുദവി എന്ന് പറയുന്ന സമസ്തയുടെ കീഴിലുള്ള ഒരു പ്രഭാഷകൻ ഇവിടെ പ്രസംഗിച്ചുകൊണ്ട് നടന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കേൾപ്പിച്ചു തരാം. എൻ്റെ കയ്യിൽ പ്രസംഗമൊക്കെ ഇവിടെ ഇരിപ്പുള്ളതാണ്. അതിലെന്താ പറയുന്നത്, നിങ്ങൾ പ്രസവിക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു സ്ത്രീ ഗൈനക്കോളജിനെ തന്നെ കാണണം എന്ന് പറഞ്ഞ് പ്രസംഗിച്ചത് ആരാണ്? അത് ഡോക്ടർമാരല്ല, അല്ലെങ്കിൽ ഹിന്ദു മത പണ്ഡിതനോ അല്ലെങ്കിൽ വല്ല
അതുപോലെ ക്രിസ്ത്യാനിയുടെ പാതിരിയല്ല, മുസ്ലിം മതപണ്ഡിതനാണ്. അപ്പോൾ ഇതിൽ മതത്തിൽ ബന്ധമില്ല എന്ന് പറയുന്ന ആളുകൾ, മതത്തിന് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് പറയുന്ന ആളുകൾ, ബാധ്യതയുണ്ട് അവർക്ക് ഉത്തരം തരാൻ. എന്ത് അടിസ്ഥാനത്തിലാണ് പിന്നെ സിംസാറുൽ ഹക്ക് ഹുദവി ഇതുപോലെ പ്രസംഗിച്ച് നടന്നത്? അതോ നിങ്ങൾ പറയുന്നത് സിംസാറുൽ ഹക്ക് ഹുദവി ഒരു മതപണ്ഡിതനല്ല എന്നാണോ? അതിൽ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം കുറവാണെന്നാണോ? അദ്ദേഹം പറഞ്ഞത് ഇസ്ലാം അല്ല എന്നാണോ? അല്ലെങ്കിൽ ഇതൊക്കെ കേട്ടിട്ട് ഇവിടെ മറ്റു പല ഉസ്താദുമാരും പ്രസംഗിച്ച് നടക്കുന്നതും അവർ ഇതുപോലെ ഒളിഞ്ഞും തെളിഞ്ഞും ഇതുപോലെ മതവേദികളിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇന്നും പുറത്തു വരാത്തത് അടക്കമുള്ള കാര്യങ്ങൾ, ഞാനും വിശ്വാസിയായിട്ട് നടന്നിരുന്ന സമയത്ത് ഇതുപോലെ പലതും കേട്ടിട്ടുള്ള ഒരു വേളയിൽ ഇവരെല്ലാം കോട്ട് ചെയ്യുന്നത് ഡോക്ടർ ആരിഫ് ഹുസൈൻ, അല്ല, ഈ മതപണ്ഡിതരുടെ വീഡിയോകൾ വല്ലാതെ വൈറലാണ്. അതിനപ്പുറത്തേക്ക് യൂട്യൂബ് ഇൻഫ്ലുവൻസേഴ്സ് തന്നെയുണ്ട്. ഇത് തന്നെ പറയുന്ന കുറെ ആൾക്കാരുമുണ്ട്. അതിന് വലിയ ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടെന്ന് പല ഡോക്ടർമാരും പറയുന്നുമുണ്ട്. അതായത് ഒരേ വിഷയം തന്നെ രണ്ട് തരത്തിൽ, മതത്തിന്റെ വേഷമിട്ടും പറയുക, അതല്ലാതെയും പറയുക. ഈ രണ്ടാമത് പറയുന്നത് കൂടി പുതിയ തലമുറ കൂടുതൽ സ്വാധീനിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു അപകടം കൂടിയുണ്ടോ? ഇതിലിപ്പോൾ നിങ്ങൾക്ക് എന്തിന് ഇത്ര കൺഫ്യൂഷൻ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരു മതത്തിന്റെ വക്താക്കൾ അവർക്ക് നേരെ വരുന്ന ഒരു ഇതുപോലെ സംശയം, അല്ലെങ്കിൽ അവർക്കെതിരെ ഒരു ആരോപണം, അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വരുന്ന കൃത്യമായ ഒരു നിരീക്ഷണം വന്നു കഴിയുമ്പോൾ, ദയവായി എന്നോടൊന്ന് ക്ഷമിക്കുക. നമ്മൾ നേരത്തെ ഡോക്ടർ തന്നെ ഫാത്തിമ തലിയുടെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട്, ഫാത്തിമ തലിയ നമുക്കൊപ്പമുണ്ട്.